സ്ത്രീ സമത്വം വേണമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമത്വം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വളർന്നു പോകുന്ന സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളുണ്ട്. നമ്മളിവിടെ വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളിവിടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ജനിച്ച് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കുറേ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ പുതുതലമുറ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനോട് അനുബന്ധിച്ച് ചിട്ടയോടുകൂടി ജീവിക്കുന്നതാണ് താല്പര്യം. ഇപ്പോഴത്തെ കുട്ടികളും അങ്ങനെ തന്നെ ഇതാകണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. ആചാരങ്ങൾ അനുസരിച്ച് പോട്ടെ. ആചാരങ്ങൾ മാറ്റി മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവർക്കും പിന്നെ അത് വിഷയങ്ങളാണ്. ഇപ്പം മുസ്ലിം പള്ളി അവരെ കയറ്റണമെന്ന് പറഞ്ഞാൽ അതും കോടതി കേസ് കിടക്കുക. മുസ്ലിങ്ങളെ പെണ്ണുങ്ങളെ പള്ളി കയറ്റണമെന്ന്. എല്ലാ അമ്പലത്തിലും ഒരുപോലെ. ചില അമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല. ഒരു വിഗ്രഹത്തിൻ്റെ ഇതിൻ്റെ അവിടെ വരെ ചെല്ലാൻ പറ്റില്ല, അകത്തോട്ട് കയറി. ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലാണ് കിടങ്ങൂരാണ്, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പുറത്ത് വരെ നിൽക്കത്തുള്ളൂ. ഒരു മതിലുണ്ട്, അവിടെ വരെ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഓരോ അമ്പലത്തിലും ഓരോ ഇതുണ്ട്. നമ്മളൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ തന്നെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരും ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടോ? ഇല്ല. ഭക്തിയെ സംബന്ധിച്ചോളൂ ആചാരങ്ങളായിട്ട് ഈ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ നേട്ടം അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ ആചാരങ്ങൾ ലംഘിക്കണമെന്ന് പറഞ്ഞവരെ സംബന്ധിച്ചോളം യഥാർത്ഥ ഭക്തിയുള്ളവരായിരുന്നോ? അല്ല. അപ്പോൾ നമുക്കൊരു നിയമത്തിൻ്റെ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടത് കീപ്പ് ചെയ്യാനുള്ള ഒരു മനോധർമ്മവും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുള്ളൂ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂരിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും അവർക്ക് ഈ വിഷയത്തെപ്പറ്റി എന്താണ് പറയാൻ താല്പര്യമുള്ളതെന്നും നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ഈ ശബരിമലയിലെ ഇപ്പോഴത്തെ ആചാരങ്ങളോട് തന്നെയാണ് താല്പര്യം. ഇപ്പോൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം സ്ത്രീകളുടെ ഒരു സ്ത്രീ സമത്വം വേണമെന്നൊക്കെ പറഞ്ഞ സ്ത്രീകളോട് എന്നായിരിക്കും അമ്മയ്ക്കൊരു പ്രതികരണമായിട്ട് പറയാനുള്ളത്? സ്ത്രീ സമത്വം വേണമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമത്വം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വളർന്നു പോകുന്ന സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളുണ്ട്. നമ്മളിവിടെ വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളിവിടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ജനിച്ച് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കുറേ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ പുതുതലമുറ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനോട് അനുബന്ധിച്ച് ചിട്ടയോടുകൂടി ജീവിക്കുന്നതാണ് താല്പര്യം. ഇപ്പോഴത്തെ കുട്ടികളും അങ്ങനെ തന്നെ ഇതാകണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട്. പോകാതിരിക്കാൻ പറയുന്നില്ലല്ലോ. അവർക്കൊരു സമയം നിശ്ചയിച്ചിട്ടില്ലേ? ആ സമയത്ത് ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോകുക, അതിൽ സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ആണുങ്ങളെക്കാളും കൂടുതൽ എല്ലാം കൊണ്ട് സമൂഹത്ത് സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണന. പക്ഷേ ഇപ്പം സ്ത്രീകൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ ആണുങ്ങൾ എന്നാന്ന് പറഞ്ഞാലും ആദ്യം നിയമം കൂടുതൽ അവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശബരിമല വിഷയത്തിൽ ആചാരങ്ങൾ അനുസരിച്ച് പോട്ടെ. ആചാരങ്ങൾ മാറ്റി മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവർക്കും പിന്നെ അത് വിഷയങ്ങളാണ്. ഇപ്പം മുസ്ലിം പള്ളി അവരെ കയറ്റണമെന്ന് പറഞ്ഞാൽ അതും കോടതി കേസ് കിടക്കുക. മുസ്ലിങ്ങളെ പെണ്ണുങ്ങളെ പള്ളി കയറ്റണമെന്ന്. അപ്പോൾ അതിൻ്റെ വിധി വരും 7-ാം തീയതി അതിനും മാറ്റി വെച്ചിരിക്കും അല്ലേ? ആ രണ്ട് വിധികളും മാറ്റി വെച്ചിരിക്കുകയാണ്. പോകുന്ന പോലെ പോട്ടെ, അത് തെറ്റില്ല. എന്നാലും ഇവിടെ സമാധാനം കിട്ടുള്ളൂ. അല്ലെ പിന്നെ എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി ഒരിക്കലും ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രായപരിധി മാത്രം കീപ്പ് ചെയ്യണമെന്ന് 10-50 മേലോട്ടുള്ളവർക്ക് കയറി ഇറങ്ങുകയും ചെയ്യാം. അപ്പം അന്നേരം പോയാൽ മതി. എന്തിനാ ആവശ്യമില്ല ഇത്ര ആൾ തിരക്കുള്ളതിനകത്ത് പോയി ഇത് അല്ല ശരിയാണോ? നമ്മളിപ്പോൾ ഇവിടെ ഉത്സവത്തിന് വരുന്ന പോലെ അല്ല ഇത്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നേക്കാളും കൂടുതൽ അടുത്തടുത്ത് ആൾക്കാർ നിൽക്കുന്നത്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പിന്നെ അവിടെ സ്ത്രീകളെ തൊട്ടെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കേസ് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി അങ്ങോട്ട് പോവുക. തിങ്ങിക്കൂടി പോകുന്ന വഴിക്ക് മനുഷ്യൻ ബഹുജനം പല വിധമാണ്. അവിടെ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല പെണ്ണൊന്ന് തൊട്ടു. അന്നേരം പിന്നെ സ്വാമിയാണ് അയ്യപ്പനാണ് നോക്കിയല്ല. അവിടെ വിഷയം ഈ കൊച്ചു പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ മുൻഗണന ഉള്ളതുകൊണ്ട് ആണുങ്ങൾ അവിടെ സംഗതി വിഷയമാണ്. അപ്പോൾ ഇവിടെ വെറുതെ എടുത്ത് 40 വെറുതെ എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ മുട്ടിയും തട്ടിയല്ലേ പോകുന്നത്. നേരെ ഓരോരുത്തർ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ സാഹചര്യം. ഇനി നമ്മുടെ സർക്കാർ ഈ ഒരു വിഷയത്തിലൂടെ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് തോന്നുന്നത്? സർക്കാർ പ്രതികരിക്കുന്ന പറഞ്ഞാൽ സർക്കാർ ഇതൊക്കെ വോട്ടിന് വേണ്ടി എന്നുള്ളതല്ലാതെ വല്ലോ കോൺഗ്രസ് പറയുന്ന പോലെ അയ്യോ ജനത്തിനുള്ള കേസ് കേട്ടല്ലേ ഇത്. അവർക്ക് വോട്ട് കിട്ടണം, അവർക്ക് ജയിക്കാൻ പഠിക്കുന്നതല്ല, വേറെ യാതൊരു കാര്യവുമില്ല. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ ഈ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഊഴം ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും നടപ്പുള്ളൂ. ഇവിടെ കോൺഗ്രസ് ജയിക്കണം. ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് 100% ഇവിടെ എഗ്രിയല്ലേ. വേറെ വല്ല ജനങ്ങളെല്ലാം അടുത്തില്ലേ അവസാനം? പിന്നെ ഈ തൊഴിൽ ചെയ്യുന്ന പുള്ളിക്കാണെങ്കിൽ 10 പൈസ അടിക്കുന്നില്ല. ലോട്ടറി എടുക്കുന്നത് നമ്മുടെ ഡെയിലി ഞങ്ങളുടെ എല്ലാം ഇതെല്ലാം വെട്ടിച്ചുരുക്കി സർവ്വ. ഞങ്ങൾക്ക് ഇതൊരെണ്ണം വിറ്റോണ്ടിരുന്നത് ഞങ്ങൾക്ക് 7 കിട്ടിക്കൊള്ളുന്നത്, അത് 6 ആക്കി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ
അടുത്ത ഭരണം പുതിയ കോൺഗ്രസ് വന്നാലേ ഞങ്ങളുടെ എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ. കോൺഗ്രസ് വരട്ടെ, അല്ലല്ല അത് നമ്മളെക്കാളും അറിവുള്ളവർ പറഞ്ഞ് മാറി മാറി പറഞ്ഞു കേരളത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ മാറി മാറി ഒരു സർക്കാരായി. ഇപ്പോൾ 60 കൊല്ലം കേരളം മുമ്പോട്ട് പോയെങ്കിൽ മാറി മാറി ഒരു സർക്കാർ മാത്രമേ ഉള്ളൂ. ഈ ടേൺ മാത്രമേ 2 പ്രാവശ്യം വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് ജനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ ഒരു 50 വയസ്സ് വരെ 50 എത്ര 55 50 വയസ്സ് വരെ വെയിറ്റ് ചെയ്യട്ടെ. ആ 10 വയസ്സ് പിന്നെ ഇടയ്ക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, 40 കുറച്ച് സമയത്തില്ല, അത് എത്ര വെയിറ്റ് ചെയ്യും, എന്നിട്ട് കയറിയാൽ പോരെ. അപ്പോൾ ഈ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കയറാൻ പറ്റുന്നുണ്ട്. അവിടെ ശിവന്റെ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. അത് വെച്ചാണ് ഓരോ അമ്പലത്തിനും കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ എല്ലാ അമ്പലത്തിലും ഒരുപോലെ ചില അമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല. ഒരു വിഗ്രഹത്തിൻ്റെ ഇതിൻ്റെ അവിടെ വരെ ചെല്ലാൻ പറ്റുള്ളൂ, അകത്തോട്ട് കയറി. ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലാണ് കിടങ്ങൂരാണ്, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പുറത്ത് വരെ നിൽക്കത്തുള്ളൂ. ഒരു മതിലുണ്ട്, അവിടെ വരെ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഓരോ അമ്പലത്തിലും ഓരോ ഇതുണ്ട്. അതാണ് പ്രശ്നം. കിടങ്ങൂർ ബാലമുറി എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠയാണ്. അപ്പം അത് സ്ത്രീകൾ ഒരു ഇത് അകലം പ്രായം ഇതുണ്ട്. അത് പണ്ട് അതിനൊക്കെ ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. ഓരോത്തിനും ഓരോ സംഭവങ്ങളുണ്ട്, അതനുസരിച്ച് പോയാൽ പറയാം. ഇവിടെയുള്ള മൊത്തമുള്ള ജനസംഖ്യയിൽ സ്ത്രീകൾ ഇതുവരെ ശബരിമലയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ പൊതുവായ ഒരു അഭിപ്രായം വന്നതേ ഉള്ളൂ, ഇങ്ങനെ സ്ത്രീ പ്രവേശനം എന്നുള്ള നമ്മുടെ സാംസ്കാരിക രീതിയിൽ ആവശ്യപ്പെടാത്ത കാലത്തോളം എൻ്റെ അഭിപ്രായം അത് മനഃപൂർവ്വം ചെയ്യരുതും, അവിടുത്തെ പാരമ്പര്യമായ കാര്യങ്ങൾ തന്നെ തുടർന്ന് പോകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഒരിക്കലും സ്ത്രീകൾക്ക് കയറരുത് എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ പറഞ്ഞ് സ്ത്രീകൾക്ക് 50 വയസ്സ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ പോകാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് വിവാദമായ ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുരോഗമനം വേണം. പക്ഷേ നമ്മൾ ആചാര അനുഷ്ഠാനം കീപ്പ് ചെയ്ത് പോവുക, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ അത് വേണമല്ലോ, അതേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അത് വില്ലംഘിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആക്ടിവിസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സംഭവം ഉണ്ടായില്ലേ, ഇപ്പോൾ സ്ത്രീകൾക്ക് ഒട്ടേറെ നിയമങ്ങൾ അനുകൂലമായി. കേസിനെ സംബന്ധിച്ച് കുറ്റം പറയില്ല. ആ നിയമം വന്നുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ഗുണമുണ്ട്. പക്ഷെ അത് ദുർവിനിയോഗം ചെയ്തു. ആരെ? ആ കുട്ടി എന്ന് വെച്ചാൽ ആ സ്ത്രീകൾ, അത് മൊത്തം പറയില്ല. അപ്പോൾ അത് കീപ്പ് ചെയ്യാനുള്ള ഒരു അവബോധം കൂടെ ആർക്ക് വേണം? ആ ഭാഗത്ത് വേണം. അപ്പോൾ നമുക്കൊരു നിയമത്തിൻ്റെ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട രീതി കീപ്പ് ചെയ്യാനുള്ള ഒരു മനോധർമ്മവും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുള്ളൂ. അത് ശരിയല്ലേ? നമ്മളിപ്പോൾ ആരെയും ചോദ്യം ചെയ്യാനില്ല. ഇപ്പോൾ ഒട്ടേറെ ആക്ടിവിസ്റ്റുകളുണ്ട്, പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഈ വാദങ്ങൾ വന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ളൂ, ഒരു പുരുഷൻ സ്ത്രീകൾ ഒന്നിച്ചു പോകുമ്പോൾ ആ കുടുംബജീവിതം ഒന്നിച്ചു പോകുള്ളൂ. അത് നമുക്കറിയാലോ, അല്ല സ്ത്രീ ഒറ്റയ്ക്ക് പറ്റിയല്ല. അപ്പോൾ പുരുഷൻ സ്ത്രീകൾ ഒന്നിച്ചു പോകുമ്പോഴാണ് ആ വണ്ടി ആയാലും മുന്നോട്ട് പോകുമ്പോൾ അത് സ്വസ്ഥമായിട്ട് പോവുള്ളൂ. അവിടെ മക്കൾ ഏറ്റവും വേണ്ട മക്കളെയാണ് നോക്കേണ്ടത്. ഇപ്പം മക്കളെ സംബന്ധിച്ചോളം ഇപ്പം നോർത്തേൺ സൈഡിൽ, നോർത്തേൺ അല്ല പാശ്ചാത്യ സംസ്കാരം പോലെ നമുക്കിത് പറ്റുമോ? അപ്പോൾ അവിടെയുള്ള നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ പെണ്ണുങ്ങളുടെ നിയമത്തെ നമ്മൾ ഇല്ല, അത് വേണം. പക്ഷെ അത് ദുർവിനിയോഗം ചെയ്തു പോയതുകൊണ്ടാണ് ഇപ്പോൾ വേറെ കുഴപ്പമെന്നറിയോ, ഇപ്പോൾ ഇത് വന്നുകൊണ്ട് ഇപ്പോൾ ആണുങ്ങൾക്ക് കൂടുതൽ കിട്ടിയോ? ഈ ദീപകിൻ്റെ വിഷയം വന്നുകൊണ്ട് ഇപ്പം പുരുഷന്മാർക്കും പരീക്ഷ വേണമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അതൊരു പരിധി സ്ത്രീകൾക്ക് ദോഷം ചെയ്യാം, അതേ ഉള്ളൂ. ദോഷം ചെയ്യാതെ വേറെ കൊണ്ടില്ല. അപ്പോൾ അവിടെയും ഇപ്പോൾ കോടതിക്ക് പോലും അവരുടെ ഭാഗത്ത് നിൽക്കേണ്ടി വന്നില്ലേ? ഈ 7-ാം തീയതി, അതായത് ഏപ്രിൽ 7-ാം തീയതി വരുന്ന നിയമം, അതായത് ആ ഒരു നിയമമായിരിക്കും അവസാനത്തെ നിയമം. ആ നിയമം ഏത് രീതിയിലുള്ളൊരു നിയമമായിരിക്കണം ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അങ്ങനെ ഏത് നിയമം എന്ന് പറയാൻ മോൾ പറയാതെ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന ഒരു ഭേദഗതി വരുന്നത്, ഹൈക്കോടതി നിയമം ഇത് വരുന്നത്. ആ നിയമം ചേട്ടന് ഏതാവണം എന്നാണ് ആഗ്രഹം? അല്ല, ഞാൻ പറഞ്ഞ കോടതി നിയമം സംബന്ധിച്ചാൽ കോടതി എന്തോ ആയിക്കോട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് പരിമിതി കൽപ്പിച്ചിരിക്കുന്ന ഒരു ഇപ്പം നമ്മുടെ ഹിന്ദു ആക്റ്റുണ്ട്, ഇപ്പം ഞാൻ പറയാം മുസ്ലിം ആക്റ്റുണ്ട്. അവർക്കും അവരുടെ സ്ത്രീകളെ സംബന്ധിച്ചോളം കയറാവുന്നൊരു പരിധിയുണ്ടോ? ഉണ്ടല്ലോ. എന്നപ്പോൾ അവിടെ ആരും കോടതിയിൽ പോകുന്നില്ലല്ലോ, നമ്മൾ നിഷേധിക്കില്ല. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അല്ലാത്ത സമയത്ത് അവർക്ക് പോകാൻ പ്രാർത്ഥിക്കാം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു നിയമം തന്നെ മതിയെന്നാണ്? എനിക്കതാ താല്പര്യം. ഞാനത് വിശ്വസിക്കും. കാരണം നമ്മളൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ തന്നെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല ആരും. ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഭക്തിയെ സംബന്ധിച്ചോളം ആചാരങ്ങളായിട്ട് ഈ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ നേട്ടം, അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ ആചാരങ്ങൾ ലംഘിക്കണമെന്ന് പറഞ്ഞവരെ സംബന്ധിച്ചോളം യഥാർത്ഥ ഭക്തിയുള്ളവരായിരുന്നോ? അല്ല.
അല്ല അവിടെ ഈ ലംഘിച്ചവരെ സംബന്ധിച്ച് യഥാർത്ഥ ഭക്തിയുള്ളവരെല്ലാം പുറത്തായിരുന്നു അല്ലേ? എവിടെ? ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം. വിശ്വാസങ്ങളെ സംബന്ധിച്ചത് അപ്പം ഞാൻ പറഞ്ഞതല്ല, ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ അന്ന് നിന്നും നമ്മൾ ഭക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് വേണ്ടി കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൊടുക്കും ശബരിമലയെ സംബന്ധിച്ചുള്ള, അത് ശരിയല്ല, തെറ്റാണ്. കാരണം ഹിന്ദു ആയാലും ക്രിസ്ത്യാനി അവർക്ക് ഒരു മതത്തിന് നിയമമുണ്ട്, ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തൊക്കെ ആരും പോകുന്നില്ല, ആരും ബാധിക്കുന്നില്ലല്ലോ. പിന്നെ ഈ ബഹളത്തിൻ്റെ ആവശ്യം വരെ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. ഇപ്പൊ ഏപ്രിൽ 7-ാം തീയതി അന്തിമ വിധി വരുമല്ലോ. ചേട്ടന് ഇന്നത്തെ ഏത് നിയമത്തിനോടാണ് യോജിച്ച് ഞാൻ നിൽക്കുന്നത്? പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ. സ്ത്രീകൾ 56 ഏജ് കഴിഞ്ഞാൽ കയറാമല്ലോ, നിയമപരമായിട്ട് കയറാം. അതുപോലെ അപ് ടു 7 to 56 ആണല്ലോ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അല്ല ഒരു സ്ത്രീകൾക്ക് ശബരിമല കയറാൻ പാടില്ലാത്തൊരവസ്ഥയുള്ളൂ. അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ തുടർന്നു പോകുന്ന ആ ഒരു സംവിധാനം തന്നെ തുടരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സർക്കാർ ഈ ഒരു നിയമത്തിന് ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? മീൻസ് അവർ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കണമെന്ന് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താ? നമ്മുടെ സർക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന രീതി അല്ലല്ലോ അവരുടേത്. അവസരോചിതമായിട്ട് തീരുമാനം എടുക്കുന്ന രീതിയാണല്ലോ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ഇതിനോട് നമുക്ക് യോജിപ്പില്ല. ഇല്ല. ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിൽ ഇലക്ഷൻ വരുവാണല്ലോ. അപ്പോൾ ഈ LDF സർക്കാർ തന്നെ ഇനി അധികാരത്തിൽ വരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വരില്ല, യാതൊരു കാരണവശാലും വരാൻ പാടില്ല, വരികയുമില്ല. അതിന് പറയാനൊരു കാരണം ഈ 10 വർഷം ഇവർ ഭരിച്ചിട്ട് നമ്മുടെ കേരളത്തിന് എന്താണ് അവരുടേതായിട്ടൊരു സംഭാവന ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മേഖലയിൽ ഇന്ന് ഈ സർക്കാർ ചെയ്തു വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ കുറച്ച് പിൻവാതിൽ നിയമനങ്ങളും അതുപോലെ സർക്കാരിൻ്റെ അവരുടെ കുറച്ച് തോന്നിവാസങ്ങളും അല്ലാതെ ജനത്തിന് ഉപകാരപ്രദമായിട്ട് യാതൊരു പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. ഒരു പദ്ധതി പോലും ഇവിടെ കൊണ്ടുവരികയോ പൂർണ്ണമായിട്ട് നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല, ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ജനോപകാരപ്രദമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനം ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനം ഈ സർക്കാരിന് അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിലുള്ളവരാണ് കേരളത്തിലുള്ളത്. എനിക്കതിനെപ്പറ്റി പറയാനുള്ള പരമ്പരാഗതമായിട്ട് ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് എൻ്റെ 9 വയസ്സുള്ള കുട്ടികളെ വരെ അവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 65 വയസ്സുള്ള സ്ത്രീകളെ പിന്നെ പ്രവേശിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിനകത്ത് ആ ആചാരങ്ങൾ ഇനിയും മാറ്റിക്കൊണ്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഇപ്പോൾ ഈ ഒരു ആചാരത്തിനെ മാറ്റുവാണെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പ്രശ്നങ്ങൾ ഇപ്പം തന്നെ മുൻകൂട്ടി കാണാൻ മീൻസ് ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഏതൊക്കെയായിരിക്കും? എങ്ങനെ അത് മുൻകൂട്ടി കാണാമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സ്ത്രീകളെന്ന് പറയുന്നത് 1 മാസത്തിനിടയ്ക്ക് ഒരു ഇതാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, പിന്നെ ആർത്തവ മാസങ്ങളുണ്ട്. അപ്പോൾ ആ ഡേറ്റൊക്കെ നമുക്കൊന്നും ഇതൊന്നും എല്ലാ സ്ത്രീകളും പറ്റും പറയണമെന്നൊന്നുമില്ല. ആ സാഹചര്യത്തിൽ അവിടെ ഈ 41 ദിവസം വ്രതം എടുക്കണം എന്നുള്ളതാണ്. ഈ 41 ദിവസത്തിനിടയ്ക്ക് അവർക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിലാരെങ്കിലും ഒരാൾ ഇതിനകത്ത് തെറ്റ് കാണിച്ചാലും മതിയല്ലോ, മൊത്തത്തിൽ ചീത്തയായില്ലേ? അതാ പറഞ്ഞത്. അതാണ് പ്രതിശുദ്ധിയോടുകൂടി എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരല്ലേ. അതിനെ മാറ്റി കുറിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വളരെ തെറ്റ് തന്നെയാണ്. തെറ്റുകൾ ഒരുപാട് നടക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസങ്ങളായിട്ട് സ്ഥിരം കിടക്കുന്ന ആൾക്കാരുടെ മുമ്പിലോട്ടാണ് ഈ സാധനമൊക്കെ വലിച്ചുകൊണ്ട് ചെല്ലുന്നത്. എവിടെയെങ്കിലും ഉറങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യം സാധിക്കും. അത് പല പല കുഴപ്പങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോഴത്തെ നടക്കുന്ന വാർത്തകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന്? സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടൊന്നുമുള്ളതല്ല. ഇതിനകത്ത് അവിടെ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഉള്ള ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ അതിനകത്തൊരു കുറ്റവാളികളാണെന്ന് തോന്നുന്നില്ല. അതിനോട് ഇത് എനിക്കതാ പറയാനുള്ളൂ. ഭരണപക്ഷത്തിൻ്റെ ഒന്നും കുറ്റമൊന്നും ഞാൻ പറയത്തില്ല. അവിടെ ഓരോ മേഖലയിലും ഉള്ള ജോലിക്കാരുണ്ട്, സർക്കാരിൻ്റെ ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരുടെ ഭാഗത്തുള്ള തെറ്റുകൾ മൊത്തത്തിലുള്ള ആൾക്കാരെ കുറ്റം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ ഈ LDF സർക്കാർ പിണറായി സർക്കാരിൻ്റെ 3-ാം ഊഴം ഉണ്ടാകുമെന്നൊരു തോന്നലുണ്ടോ? അവർ ഇനിയും ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, പ്രതീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു കാര്യങ്ങളും ചെയ്യാതിരുന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അങ്ങനെ മൊത്തം ഇത് എല്ലായിടത്തും സർക്കാരോട് പൂർണ്ണമായിട്ടുണ്ടാകുമെന്ന് ഉറപ്പില്ല. നമ്മുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടെന്ന് തന്നെയാണോ, അല്ലാണ്ട് കേട്ടാൽ നമ്മൾ പറയല്ല. എന്നാന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പല വശങ്ങളുണ്ട്. ഈ പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളും പ്രായമുള്ളവരൊക്കെ ആയിട്ട് കയറുന്നതിൽ രണ്ടും രണ്ടാണ്. അങ്ങനെ പല കുഴപ്പങ്ങളും അവിടെ ഉണ്ട്. അത് നമുക്കറിയാം, പണ്ട് തൊട്ടേ എനിക്കറിയാം. കടുവ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഉറങ്ങിക്കിടക്കുന്ന അന്നത്തെ കാലത്ത് അവിടുത്തെ കച്ചവടക്കാർ ഓരോന്നിനെ പൊക്കിക്കൊണ്ട് പോയിട്ടുള്ള നമുക്കറിയാം. നേരം വിളിക്കുമ്പം ആളുമില്ല, കൂടെയില്ല.
എന്ന് പറഞ്ഞ പോലെ പല കുഴപ്പങ്ങളും അവിടെ ഉണ്ടാവും. അതുണ്ടാകുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ചേട്ടൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാന്നല്ലേ പറഞ്ഞത്? അപ്പൊ എത്ര വർഷം മുമ്പായിരുന്നു അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്? 10 വർഷത്തിന് മുമ്പ് 54 കൊല്ലം അവിടെ നിന്നത്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയേഴ്സായിട്ട്. പിന്നെ വിജയവല്ലി സാധനമൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ. 33 കിലോ സാധനം കൊണ്ടുവന്നയാൾ. അപ്പം നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പരിസരമൊക്കെ പോയി നിൽക്കുന്നത് കാണാം. അതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. 33 കിലോ സ്വർണ്ണം വിജയവല്ലി കൊണ്ടുവന്നത്. ആ സ്വർണ്ണമൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ഒരു കുറെ കേസുകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ? അതേപ്പറ്റി ഒന്നും നമുക്കറിയത്തില്ല. അയാൾ അവിടെ കൊണ്ടുവന്ന് 33 കിലോ കൊണ്ടുവന്ന് അത് തീരുന്നിടം വരെ അയാൾ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു വിജയവല്ലി. ഇപ്പം മറുവശത്തോട് മേളിലെല്ലാം പണി തീർക്കുന്നിടം വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏൽപ്പിച്ചേച്ച് പോയി പണിക്കാരെ ഏൽപ്പിച്ചേച്ച് പോവും വരും. അങ്ങനെ അയാൾ അവർക്ക് അവിടെ ഉണ്ടാകുന്ന അത് വിജയവല്ലിയാണ് അത് ചെയ്തത്. അത്രയും തങ്കം അവിടെ കൊടുത്തത്. ആ 33 കിലോ പറഞ്ഞുള്ള സംസാരം എനിക്കറിയാവുന്ന സാധനമൊക്കെ ഞാൻ കണ്ടു. ഇഷ്ടം പോലെ കണ്ടോ. 33 കിലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്നിപ്പോൾ ഈ പ്രശ്നമൊക്കെ നടക്കുന്നതിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്നും പറയാനൊക്കെ. ശബരിമല വിഷയത്തിൽ വളരെ വൈവിധ്യമാർന്ന പ്രതികരണങ്ങളാണ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഒരുപാട് പേര് അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും പ്രകീർത്തിക്കുമ്പോൾ മറ്റു ചില ആളുകൾ ഭരണഘടനാപരമായ തുല്യതയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ഏതായാലും ഏപ്രിൽ 7-ന് സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഈ ഒരു വിഷയത്തിന് കോടതിയുടെ ന്യായവും നീതിയുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. ഏതായാലും നമുക്കിനി വിധി വരുന്നതുവരെ കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.